കൂടെയുള്ളത് നമ്മുടെ അബ്ബാസ് പൊയ്യവളപ്പ്, അതോടൊപ്പം വോയിസ് ഓഫ് റഷീദ്. സിജിയുടെ ഒരു പ്രോഗ്രാമാണ്, കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ ഏറ്റവും ഒരു അനുയോജ്യമായൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ സിജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സിജി എന്താണ് അത് അറിയാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ അത് നമ്മളെ ലൈഫായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റിനെ പരിചയപ്പെടാൻ പറ്റിയത്. അതുപോലെ പല വ്യക്തികൾ ഇവിടെ ഉണ്ട്, ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, മോട്ടിവേറ്റർ ഉണ്ട്. നമുക്ക് അവരിൽ നിന്ന് കുറേ അറിവുകൾ കിട്ടും, നമുക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളൊരു കാര്യം കുട്ടികളോടൊക്കെയാണ്, നമ്മളെ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റും. ആ പാഷൻ കണ്ടുപിടിക്കണം, എന്താക്കണം, ഇതുപോലുള്ള വേദികൾ വരാം, നമുക്ക് നമ്മളെ തിരിച്ചറിയാം. നമുക്കറിയാത്തൊരു വർക്കിൽ പോയി കഴിഞ്ഞാൽ, എനിക്ക് താല്പര്യമില്ല, ഒരു സെയിൽസിൽ താല്പര്യമില്ലെങ്കിൽ ഗതികേട് കൊണ്ട് സെയിൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നോട്ട് ഹാപ്പി, നമുക്ക് ഹാപ്പി ഉണ്ടാവില്ല, അതിൽ തൃപ്തി ഉണ്ടാവില്ല. നമുക്ക് ഡ്രോയിങ് ഇഷ്ടമെങ്കിൽ നമ്മൾ പിക്ചർ വരച്ച് സെയിൽ ചെയ്യുന്നതിന് നമുക്ക് ഹാപ്പി ഉണ്ടാവും, അതിനോടുകൂടി വരുമാനം ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ പാഷൻ കണ്ടുപിടിക്കുക, അതിലൂടെ തുടരുക. പിന്നെ സഹായിക്കാനും പിടിക്കാനും ആരൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ജസ്റ്റ് പുറത്ത് സപ്പോർട്ട് മാത്രമേ ഉണ്ടാവും. നമ്മളെന്താക്കുക, നമുക്ക് നമ്മളെ ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവ് നമ്മളെപ്പോഴും വരുന്നത് അന്ന് മുതൽ നമുക്കൊരു പാഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റഷീദ് സാർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സിജിയിൽ ഒരുപാട് തവണയായി ഇങ്ങനെ പങ്കെടുക്കണം എന്ന് വിചാരിക്കുന്നുള്ളത്. പക്ഷേ ഇത് കാണുന്ന കുട്ടികൾ തീർച്ചയായിട്ടും സിജിയുടെ ഇത്തരം ക്യാമ്പിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു പ്രചോദനമാകും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം നമ്മൾ മൊബൈലിലും മറ്റും ചിലവാക്കുന്നുണ്ട്, ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാന്ന് പല ടൂർണമെൻറ്റും അതും ഇതൊക്കെ. പക്ഷേ ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ദിവസം കിട്ടുന്ന ആ ദിവസം നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. ഒരു മനുഷ്യൻ്റെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് 35 ഇയർ കഴിഞ്ഞിട്ടാണ്. അതിന് മുന്നേ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ എന്താണെന്ന് ഏതാ ചെയ്യണമെന്ന് ഒരിക്കലും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, 24, 25 നമ്മൾ 25-ന് മുമ്പ് എന്താണോ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നത് അത് നോട്ട് ഓഫ് ഓൾ സക്സസ്ഫുൾ ആവില്ല. അതാവാൻ ഒരുപാട് പണിയാണ്. 100-ഒരു 80% മാത്രമേ അത് ഓക്കെ കൊടുക്കുള്ളൂ. 25-ന് ശേഷം നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നോ അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതാണ് നമ്മളെ സൈക്കോളജി, മനുഷ്യൻ്റെ ഒരു ഇതായിട്ടുള്ള ബന്ധം. അപ്പോൾ എന്ത് കാര്യം എടുക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് പവർഫുള്ളായിട്ട് നമ്മളെ ഇത് പറയില്ലേ, തലച്ചോറിനൊന്നും എടുക്കണ്ട, ഹൃദയത്തിൽ നിന്ന് എടുക്കാറ്. അതായത് നമ്മളെ ജീവിതമെന്ന സൈക്കിളിൽ ഡ്രൈവർ ആരായിരിക്കണം? ഹൃദയമായിരിക്കണം. മനസ്സിലായോ?